നമുക്കറിയാം ജസ്റ്റിൻ ട്രൂഡോയുടെ അച്ഛൻ്റെ കാലം മുതൽ തന്നെ ഇന്ത്യയും കാനഡയും തമ്മിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, പല രീതിയിലുള്ള ഉരസലുകളുണ്ട്. അതേസമയം അമേരിക്കയും കാനഡയും തമ്മിൽ ചക്കരയും പീരയും പോലുമാണ് എല്ലാ കാലത്തും വർദ്ധിച്ചിരുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് വരെ. ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്കും താരിഫ് ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു അട്രോസിറ്റി സഹിക്കാൻ വയ്യാതെ കാനഡയ്ക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇന്ത്യയുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം വികസിച്ചു വരികയാണ് എന്ന് അമേരിക്കയുമായിട്ടുള്ള സംഘർഷത്തിനിടയിൽ കനേഡിയൻ പ്രധാനമന്ത്രിയുടെ വലിയ പ്രസ്താവന വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാരണം ലോകമാധ്യമങ്ങളെല്ലാം തന്നെ ഇത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. കാനഡ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അപ്പോൾ കാനഡ എന്ന് പറയുന്ന രാജ്യത്തിന് താരിഫ് ഏർപ്പെടുത്തി കൊടുക്കുമ്പോൾ കാനഡ തങ്ങളുടെ ശത്രു രാജ്യം എന്ന് പലരും പറയുന്ന, അതായത് അന്തർധാരയിൽ ശത്രു രാജ്യമായി നിൽക്കുന്ന ഇന്ത്യയുമായി വലിയൊരു സൗഹൃദത്തിന് കരങ്ങൾ നീട്ടുകയാണ്. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇതുവരെയുള്ള ഭരണ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊൻതൂവലാണ് എന്ന് തന്നെ നമുക്ക് ഒരുപക്ഷെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്നലെ ഒരു വലിയ പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ കാനഡ നല്ല പുരോഗതിയാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള കാനഡയുടെ ബന്ധം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. US-ഉമായിട്ടുള്ള താരിഫിൻ്റെ ഈ ഒരു പിരിമുറുക്കങ്ങൾക്കിടയിലും വിദേശ സൗഹൃദം നിലനിർത്താൻ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത് പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് കാർണിയാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷമുള്ള കനേഡിയൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണമാണിത് എന്നുകൂടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാനഡയുമായിട്ടുള്ള എല്ലാ വ്യാപാര ചർച്ചകളും കഴിഞ്ഞ ആഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസാനിപ്പിച്ചിരുന്നു. കാനഡയുമായുള്ള ഇടപാടുകൾ പൂർണ്ണമായും അസ്വീകാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി മാർക്ക് കാർണി സംസാരിക്കുകയും ചെയ്തു. അപ്പക് ഉച്ചകോടിക്ക് ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ് എന്നുള്ള ഒരു വലിയ ആകാംക്ഷയാണ് പല ഭാഗത്തും നിലനിന്നിരുന്നത്. അതായത് ദക്ഷിണ കൊറിയയിൽ നടന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക ഉച്ചകോടിയായിട്ടുള്ള അപ്പക്, അതിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി ഞങ്ങൾ പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയാണ്. ഇതിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ സ്പെഷ്യലാണ്. അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഇതിന് ഏഷ്യ പസഫിക് മേഖലയാണ്. സൗഹൃദത്തിന് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 60% ഇവിടെയാണ് കിടക്കുന്നത്. ഇന്തോനേഷ്യയുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, ഫിലിപ്പീൻസ്, തായ്ലൻഡ് എന്നിവയുമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, ചൈനയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വഴിത്തിരിവ് എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഇന്ത്യയുമായി വളരെ മികച്ച പുരോഗതിയാണ് ഞങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഞാൻ കണ്ടില്ലെങ്കിലും നമ്മുടെ വിദേശകാര്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇന്ത്യയുമായി ചർച്ചകൾ നടത്തിവരികയാണെന്നും കാർണി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.